നമുക്കിന്ന് ട്രേസിംഗ് എങ്ങനെയാണ് കുട്ടികളെ ചെയ്യിപ്പിക്കാൻ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ക്രിബ്ലിംഗ് എങ്ങനെയാണ് ചെയ്യിപ്പിക്കുക എന്നായിരുന്നു നോക്കിയത്. സ്ക്രിബ്ലിംഗ് കൃത്യമായി പഠിച്ച കുട്ടിയെ നമുക്ക് ട്രേസിങ്ങിലേക്ക് കൊണ്ടുപോകാം. റൈറ്റിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഘട്ടം ഘട്ടമായാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ട്രേസിംഗ് എങ്ങനെയാണ് ചെയ്യിപ്പിക്കേണ്ടത് എന്നതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ക്രിബ്ലിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കയറി അത് കാണാം. ഓക്കെ, ആദ്യമായി നമുക്ക് കുട്ടിയെ കൊണ്ട് തൊട്ടറിഞ്ഞ് ചെയ്യുന്ന രീതിയാണ് ചെയ്യിപ്പിക്കേണ്ടത്. അതിനായി ഞാൻ ഇവിടെ കുറച്ച് മണലാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇതുപോലെ വരയ്ക്കാം. കുട്ടികളുടെ കൈ പിടിച്ച് അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ വരപ്പിക്കുക. സാവധാനം നമുക്ക് ഈ റിസ്റ്റിൽ പിടിച്ചിരിക്കുന്നത് മെല്ലെ മുട്ടിലേക്ക് പിടിച്ച് കുട്ടിയെ കൊണ്ട് വരപ്പിക്കുക. സാവധാനം നമുക്ക് അത് മുകളിലേക്ക്, കൈയുടെ കുറച്ച് മുകളിലേക്ക് ഷോൾഡറിൽ പിടിച്ച് ചെയ്യിപ്പിക്കാം. സാവധാനം നമ്മുടെ സപ്പോർട്ട് കുറച്ച് കൊണ്ടുവന്ന് കുട്ടിയോട് വരയ്ക്കുക എന്ന് പറയാം. സാവധാനം കുട്ടി ഈ രീതിയിൽ വരയ്ക്കും. ഈ ഒരു മണലിന് പകരം നമുക്ക് അരി ഉപയോഗിക്കാം. അരി ഉപയോഗിച്ചും ഇതേ പ്രവൃത്തി നമുക്ക് ചെയ്യിപ്പിക്കാം. വരച്ചേ, ഇതിലേ വരച്ചേ. ഇതുപോലെ കുട്ടിയെ കൊണ്ട് വരപ്പിക്കാം. പിന്നീട് നമുക്ക് റവ ഉപയോഗിക്കാം. പലതരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ വരച്ചേ, ഇതിലെ വരച്ചേ. ഇതുപോലെ പലതരത്തിലുള്ള പാറ്റേൺസ് നമുക്ക് കുട്ടിയെ കൊണ്ട് ഇതുപോലെ വരപ്പിക്കാം. വരച്ചേ. സാവധാനം സപ്പോർട്ട് കുറച്ച് കൊണ്ടുവന്ന് കുട്ടിയോട് വരയ്ക്കാൻ പറയാം. വരച്ചേ. ഈ രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. നമുക്ക് ഇതുപോലെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കി വയ്ക്കാം. വൂളൻ ത്രെഡാണ് ഞാൻ ഉപയോഗിച്ചത്. പല രീതിയിലുള്ള പാറ്റേണുകൾ ഇതുപോലെ നമുക്ക് ചെയ്തു വയ്ക്കാം. അതിനുശേഷം കുട്ടിയെ കൊണ്ട് വിരലിൻ്റെ അറ്റം ഉപയോഗിച്ച് ഇതിൽ വരപ്പിക്കാം. വരച്ച് ഇതിൻ്റെ മുകളിൽ കൂടി വരച്ച്. കുട്ടിക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ മറക്കരുത്. ഹായ് മോളു, നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ടല്ലോ, വെരി ഗുഡ്, സൂപ്പർ. നന്നായിട്ട് നമ്മൾ കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ കണ്ണിൽ ഒരുപക്ഷെ കുട്ടി വളരെ ചെറിയ കാര്യമായിരിക്കാം ചെയ്യുന്നത്, എന്നാൽ കുട്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ പരമാവധി ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട്, കുട്ടി ഒരു ചെറിയ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്തെങ്കിലും, അതായത് കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ, മിഠായിൻ്റെ ഒരു ചെറിയ കഷ്ണം, ഒരു ജീരക മിഠായി ആണെങ്കിൽ അതിൻ്റെ ഒരു മണി അത്രേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഭക്ഷണം കഴിക്കുന്ന മിഠായികളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഒരു പ്രാവശ്യം കുട്ടി ചെയ്താൽ, കുട്ടി ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു പീസ് മിഠായിൻ്റെ കഷ്ണം കൊടുക്കാം. പിന്നീട് കുട്ടി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കൊടുക്കാം. ചോക്ലേറ്റ് പോലെയുള്ള സാധനങ്ങൾക്ക് പകരം നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ചെറിയ പീസുകളൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ഈ രീതിയിൽ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കുട്ടിയെ സാവധാനം നമുക്ക് ഈ ഒരു ട്രേസിങ്ങിൻ്റെ ആക്ടിവിറ്റികൾ ചെയ്യിപ്പിക്കാം. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാനാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കാർഡുകൾ എടുത്താൽ മതി. ബോക്സ്, ഇതൊരു മരുന്ന് കുപ്പിൻ്റെ ഒരു ബോക്സാണ് ഞാൻ എടുത്തത്. വലുതാവുന്ന സമയത്ത് കുട്ടികൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ചെറിയ ഇത് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കുട്ടിയെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം മാർക്കർ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടി വരയ്ക്കാൻ വേണ്ടി പറയാം. മോള് വരച്ചേ, വരച്ചോ. വെരി ഗുഡ്.
ആ സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. സൂപ്പർ. ചെയ്തോ. ഗുഡ്. കണ്ടോ? ഇതുപോലെ നമുക്ക് പല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി വരപ്പിക്കാം. നമ്മൾ വരച്ചേ. വെരി ഗുഡ്. റാന്നൊക്കെ കുറേ കാലമായിട്ട് എഴുതിച്ചിട്ട് എഴുതാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി എഴുതാൻ വളരെ ഈസി ആയിരിക്കും. മോളെ എഴുതിക്കേ. വെരി ഗുഡ്. ഈ രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാം. പിന്നീട് നമുക്ക് ചെറിയ ഇതുപോലെ വരച്ച് വെപ്പിക്കാം. അതിൻ്റെ മുകളിൽ കൂടി എഴുതാൻ വേണ്ടി പറയാം. ഈ സമയം നമുക്ക് മാർക്കർ മാറ്റി ചെറിയ ക്രയോൺസ് കൊടുക്കാം. നേരെ വരച്ചേ. ഇതിൻ്റെ മുകളിൽ കൂടി വരച്ചേ. മഴ പെയ്യുന്നുണ്ടല്ലേ. മഴ പെയ്യുന്നത് വരയ്ക്കാനല്ലോ മോള്. വെരി ഗുഡ്. വരച്ചോ. ഈ രീതിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന തരത്തിൽ വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ച് അത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമ്മൾ നോക്കട്ടെ. ഇനി അടുത്തത് കേട്ടോ. ഹായ്. ഇത് നോക്കിക്കേ. ഇത് എന്താണ്? ബലൂൺ. ബലൂണ് നമുക്ക് കയറ് കെട്ടി കൊടുക്കണ്ടേ? അതിൻ്റെ മുകളിൽ കൂടി കെട്ടിക്കേ. എങ്ങനെയാ? അതിൻ്റെ മുകളിൽ കൂടി വരച്ചേ. ഈ രീതിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ആക്കി നമുക്കിത് ചെയ്യിപ്പിക്കാം. വെരി ഗുഡ് വേദിക. വെരി ഗുഡ്. നന്നായിട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഒരിക്കലും മറക്കരുത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. നന്നായിട്ട് കുട്ടികൾ ചെയ്യുന്നതിനനുസരിച്ച് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഹായ്. എന്താ ഇത്? മഴവില്ല് വരച്ചാലോ? വരച്ചോ. ഇതുപോലെ വ്യത്യസ്ത പാറ്റേണുകൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കൂടി കുട്ടിയെ കൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ആദ്യം നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. കൈപിടിച്ച് ചെയ്യിപ്പിക്കേണ്ടി വരും. പിന്നീട് സാവധാനം കുട്ടികൾ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് കൈയുടെ സപ്പോർട്ട് മാറ്റി ചെയ്യിപ്പിക്കാം. നമ്മുടെ കുട്ടികളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത്. ചില കുട്ടികൾ പെട്ടെന്ന് ട്രേസിങ് ചെയ്യും. ചില കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുത്ത് ചെയ്യിപ്പിച്ച് സാവധാനം കുട്ടികളെ ട്രേസിങ്ങിലേക്ക് കൊണ്ടുവരാം. ഓക്കെ.